നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ മുൻ നിലപാട് മാറ്റി ആചാര സംരക്ഷണത്തിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചത് കേരളീയ സാമൂഹിക ആത്മീയ ഐക്യത്തിന്റെ വിജയമാണെന്ന് സ്വാമി ഉദിത് ചൈതന്യ. ിലെ ജ്ഞാനപീഠ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ R. വൈരമുത്തുവിന്. KSRTC ജീവനക്കാർക്ക് 2 ഗഡു DA അനുവദിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുക വർദ്ധിപ്പിച്ച് സർക്കാർ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് KV ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MD ഷാജു അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ KV ശിവകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ KS ഷാജു, വൈസ് പ്രിൻസിപ്പൽ ആൽബർട്ട് ആന്റണി, പ്രൊഫസർ PP ഗോപിനാഥൻ നായർ, ഷാജു വാലപ്പൻ, ഡോക്ടർ NA ജോജോ മോൻ, ജനറൽ കൺവീനർ PR ബാബു, PA സുരേഷ്, ഡെന്നീസ് K ആന്റണി, അഡ്വക്കേറ്റ് TG ഉല്ലാസ് കുമാർ, ബീന ഡേവിസ്, പ്രീതി പോൾ, അഡ്വക്കേറ്റ് ശോഭാംഗതൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കലാപരിപാടികൾ അരങ്ങേറി. അത് വിജയിപ്പിച്ചത് മുഴുവൻ അധ്യാപകരും ഇവിടുത്തെ അനധ്യാപകരും വിദ്യാർത്ഥികളും കൂടിയുള്ള കൂട്ടായ്മയാണ്. ഈ പരിപാടികൾക്ക് ഇവിടുത്തെ ജീവനക്കാരും നല്ലവരായിട്ടുള്ള നാട്ടുകാരും നമ്മുടെ അലുമിനി എല്ലാവരും അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആദരവാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയത്. സക്സസ്ഫുൾ അലുമിനീസ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 3 വർഷം മുമ്പ് ചേർന്നിട്ടുള്ള ഷാജു വാലപ്പൻ ഇവിടെ 1975 ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിനോട് ചേർന്ന് ട്രെയിനിങ് കോളേജിൻ്റെ അരികത്ത് ഓടുമേഞ്ഞ ഒരു അൺസർട്ടനിറ്റി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. സംഗീത ശിരോമണി ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ മുൻ നിലപാട് മാറ്റി ആചാര സംരക്ഷണത്തിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചത് കേരളീയ സാമൂഹിക ആത്മീയ ഐക്യത്തിന്റെ വിജയമാണെന്ന് സ്വാമി ഉദിത് ചൈതന്യ. യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഭാ പ്രവർത്തകർക്കായി ഭാഗവത ഗ്രാമത്തിൽ നടന്ന കാര്യകർതൃ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളുടെ കാലത്ത് ഐക്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ദേവൻ കരേക്കാട്ട്, കാവനാട് കൃഷ്ണൻ നമ്പൂതിരി, കോർഡിനേറ്റർ KD ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന സെഷനുകൾക്ക് കക്കാട് പരമേശ്വരൻ നമ്പൂതിരി, മുൻ സംസ്ഥാന പ്രസിഡന്റ് TRV നമ്പൂതിരിപ്പാട്, ഡോക്ടർ PK അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. ഇടയ്ക്കൊരു ചാർജ് വരുമ്പോഴാണ് നമ്മുടെ കർത്തവ്യം എന്ത്, ഉത്തരവാദിത്വം എന്ത്,
നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ത്, സാധ്യതകളെന്ത് എന്നൊക്കെ മനസ്സിലാവും. ഇന്ന് കാലഘട്ടം 3 തരത്തിൽ നമുക്ക് വേർതിരിക്കാം. ഒരു വശത്ത് സാധ്യതകളുടെ കാലഘട്ടമാണ്. അവസരങ്ങൾ ധാരാളമുണ്ട് പല കാര്യത്തിൽ. ഇന്നിപ്പോ റീലുണ്ടാക്കി കാശുണ്ടാക്കുന്നുണ്ട്, യൂട്യൂബിലൂടെ കാശുണ്ടാക്കുന്ന ആൾക്കാർ ഇല്ലേ, നല്ലതും ചീത്തതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏത് രീതിയിലും ഇന്ന് സാധ്യത കണ്ടെത്താം. 2025 ജ്ഞാനപീഠ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന്. തമിഴ്നാട്ടിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാകുന്ന 3ാമത്തെ വ്യക്തിയാണ് വൈരമുത്തു. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് 7 പ്രാവശ്യം സ്വന്തമാക്കിയിട്ടുണ്ട് വൈരമുത്തു. 1980 പുറത്തിറങ്ങിയ നിഴൽകൾ എന്ന ചിത്രത്തിലൂടെയാണ് വൈരമുത്തു സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം 7500-ലധികം ഗാനങ്ങളും കവിതകളും എഴുതിയിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി തമിഴ് സാഹിത്യത്തിനും ചലച്ചിത്ര ലോകത്തിനും നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് വൈരമുത്തുവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ചെന്നൈയിലെ പച്ചയ്യെ പാസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ വൈരമുത്തു ഒരു പരിഭാഷകനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം രചിച്ച കവിതകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സാഹിത്യലോകത്തെ സമഗ്ര സംഭാവനകൾക്കായി രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ നേരത്തെ ആദരിച്ചിരുന്നു. കള്ളിക്കാട്ട് ഇതിഹാസം എന്ന പ്രശസ്തമായ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കവി എന്നതിലുപരി മികച്ച പ്രഭാഷകൻ കൂടിയായ വൈരമുത്തു തമിഴ് സാഹിത്യത്തിലെ ആധുനിക ശബ്ദമായാണ് അറിയപ്പെടുന്നത്. KSRTC ജീവനക്കാർക്ക് 2 ഗഡു DA അനുവദിച്ചു. പെൻഷൻകാരുടെ 2 ഗഡു DRഉം അനുവദിക്കാൻ സർക്കാർ അംഗീകാരം നൽകി. DA, DR എന്നിവയിൽ 7% വർധനവാണ് ലഭിക്കുക. ഇതിനായി 10 കോടി രൂപ അധിക സഹായമായി കോർപ്പറേഷന് സർക്കാർ നൽകി. KSRTC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 2022 ജനുവരി മുതൽ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാകുന്ന തരത്തിലാണ് പരിഷ്കരിച്ചത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 2 ഗഡു DA, DR അനുവദിക്കുന്നത്. KSRTCക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഈ സാമ്പത്തിക വർഷം ഇതുവരെ 1574 കോടി രൂപയാണ് നൽകിയത്. ഇതിൽ 1439 കോടി രൂപ പ്രത്യേക സഹായമായി ലഭിച്ചു. ബസ് വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള മൂലധന ചെലവിനായി 135 കോടി രൂപയും ലഭിച്ചു. ബജറ്റ് വകയിരുത്തൽ 1035 കോടി രൂപയും 539 കോടി രൂപയാണ് അധിക സഹായമായി ലഭിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് പ്രത്യേക സഹായമായും മൂലധന സഹായമായും 9015 കോടി രൂപയാണ് KSRTCക്ക് നൽകിയത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുക വർദ്ധിപ്പിച്ച് സർക്കാർ. 14 ലക്ഷം രൂപയായാണ് സഹായത്തുക ഉയർത്തിയിരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് നിലവിൽ ലഭിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. വെള്ളിയാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണിത്. പട്ടയങ്ങളിൽ പതിപ്പിച്ച് നൽകിയ സ്ഥലങ്ങളിൽ വീട് വെക്കുവാനും കൃഷി ആവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഇനി മുതൽ അത്തരം ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താം എന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 760 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ വില 1,17,080 രൂപയാണ്. ഗ്രാമിന് 95 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,635 രൂപയാണ്. ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആഴ്ചകളായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച 2 തവണയാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പവന് 400 രൂപ കുറഞ്ഞ് 1,17,840 രൂപയായി എത്തിയിരുന്നു. വെള്ളിയാഴ്ച മാത്രം 1,120 രൂപയാണ് പവന് കുറഞ്ഞത്. ഈ മാസം 1-ന് രേഖപ്പെടുത്തിയ 1,26,920 രൂപയാണ് സമീപ ദിവസങ്ങളിലെ ഉയർന്ന നിരക്ക്. കുതിച്ചുയർന്ന സ്വർണ്ണവില പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നാണ് കുറയാൻ തുടങ്ങിയത്. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കിയ ഹൈക്കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്നും സംഘടന അടുത്തിടെ പിന്നോട്ട് പോയെന്നും സ്വാമി സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പിന്നോക്ക സമുദായങ്ങളെ അവഗണിക്കുന്നു എന്ന് സ്വാമി സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങൾ പിന്നാക്ക സമുദായക്കാർക്ക് നൽകുന്നില്ലെന്നാണ്
മഠാധിപതിയുടെ പരാമർശം. തോൽക്കുന്ന മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. കെ കരുണാകരൻ, എ കെ ആന്റണി എന്നിവരുടെ കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു. LDF-ലും സ്ഥിതി സമാനമാണ്. LDF മന്ത്രിസഭയിൽ ഒരു സമുദായത്തിൽപ്പെട്ട 10 പേരുണ്ട്. പിന്നോക്കക്കാരില്ലെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. കമ്പനി നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ചിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SNDP യോഗം ബോർഡിനെ ഹൈക്കോടതി അയോഗ്യനാക്കിയത്. സംഘടനയിലെ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കണമെന്നും ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കണം എന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അന്തരിച്ച പ്രൊഫസർ MK സാനു അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ഞായറാഴ്ച മുതൽ ബെപ്കോയുടെ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിൽ ഓൺലൈൻ പേയ്മെന്റ് മാത്രം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്ന് MD ഹർഷിത അട്ടലൂരി നിർദ്ദേശം നൽകി. നിർദ്ദേശം കർശനമായി പാലിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ മുതൽ പണം സ്വീകരിക്കില്ലെന്നും UPI കാർഡ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും അറിയിച്ച് ഹിന്ദിയിൽ ഉൾപ്പെടെ നോട്ടീസുകൾ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിച്ചിരുന്നു. ആളൂർ സ്റ്റേഷൻ റോഡിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ആളൂർ സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ 53 വയസ്സുള്ള തിലകനെ കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് നാടുകടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T നാരായണൻ IPS ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിലകൻ ആളൂർ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസിലും പൊതുമുതൽ നശിപ്പിച്ച ഒരു കേസിലും ഒരു തട്ടിപ്പ് കേസിലും ഒരു മോഷണ കേസിലും ഒരു അടിപിടി കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കുക, പണം പന്തയം വെച്ച് ചീട്ടുകളിക്കുക, ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നിങ്ങനെയുള്ള 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിനും ഉത്തരവ് നടപ്പാക്കുന്നതിനും ആളൂർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. ഏപ്രിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ പരിധിയിലുള്ള തെരഞ്ഞെടുപ്പ് സുരക്ഷാ ജോലികൾക്കായി സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനോടനുബന്ധിച്ച് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി പ്രവർത്തിക്കാൻ താൽപര്യമുള്ള 18നും 60 വയസ്സിനും മധ്യ പ്രായമുള്ള വിമുക്ത ഭടന്മാർ, മുൻ പാരാമിലിറ്ററി ഉദ്യോഗസ്ഥർ, മുൻ പോലീസ് ഉദ്യോഗസ്ഥർ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, നാഷണൽ കേഡറ്റ് കോർപ്സ് എന്നിവർക്കാണ് അവസരം. മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മതിയാവാതെ വന്നാൽ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരെയും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ളവർ അവരുടെ ബയോഡാറ്റയും ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളുമായി ഉടനെ അടുത്തുള്ള ഇരിഞ്ഞാലക്കുട, കാട്ടൂർ, ചേർപ്പ്, അന്തിക്കാട്, ആളൂർ, മാള, കൊരട്ടി, ചാലക്കുടി, അതിരപ്പിള്ളി, മലക്കപ്പാറ, കൊടകര, വെള്ളിക്കുളങ്ങര, പുതുക്കാട്, വരന്തരപ്പിള്ളി, കൊടുങ്ങല്ലൂർ, മതിലകം, കയ്പമംഗലം, വലപ്പാട്, വാടാനപ്പള്ളി എന്നീ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പരമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ മുൻ നിലപാട് മാറ്റി ആചാര സംരക്ഷണത്തിന് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചത് കേരളീയ സാമൂഹിക ആത്മീയ ഐക്യത്തിന്റെ വിജയമാണെന്ന് സ്വാമി ഉദിത് ചൈതന്യ. ിലെ ജ്ഞാനപീഠ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ R വൈരമുത്തുവിന്. KSRTC ജീവനക്കാർക്ക് 2 ഗഡു DA അനുവദിച്ചു. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനുള്ള ധനസഹായ തുക വർദ്ധിപ്പിച്ച് സർക്കാർ. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.